ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ എത്രയോ നാളായി വി.എസ്. അച്യുതാനന്ദൻ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ എന്നതൊരു പ്രതീകമായി എപ്പോഴും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിലും എന്തായിരിക്കും വി.എസിൻ്റെ പ്രതികരണം എന്നറിയാൻ കേരളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ജനസഞ്ചയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അത്രമേൽ വലിയ യാത്രയേപ്പ്. കാലങ്ങളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെങ്കിൽ പോലും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ വിട പറയുമ്പോൾ ഉണ്ടാകുന്നത്ര ജനക്കൂട്ടമോ അതിനപ്പുറത്തോ ആണ് ഈ ജനക്കൂട്ടം എന്ന് നമുക്ക് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഈ സമയത്ത് പോലും വി.എസിനെ യാത്രയയക്കാൻ അല്ലെങ്കിൽ വി.എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകത്തെ, ആ വാഹനത്തെ കടന്നു പോകാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. എങ്കിൽ വി.എസ്. ചേർത്ത് നിർത്തിയ മണ്ണിലേക്കാണ് ഇനി വി.എസിൻ്റെ യാത്ര. അവിടെ ഇതിനുമപ്പുറത്തുള്ള ജനസാഗരത്തിലേക്ക് വീണ്ടും വി.എസിന് പോകേണ്ടി വരും എന്നതിൽ തർക്കമില്ല. രാത്രി എത്ര വൈകിയാലും വി.എസ്. എന്ന വിപ്ലവകാരിക്ക് ഒരു പടി പൂക്കൾ അർപ്പിക്കാതെ, അദ്ദേഹത്തിന് അവസാനമായി ഒരു യാത്രയയപ്പ് നൽകാതെ മടങ്ങിപ്പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൃതദേഹം പള്ളിപ്പുറത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഇനി മംഗലപുരത്തേക്കാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ആ പാതയോരങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വി.എസിനെ യാത്രയയക്കുന്ന നിരവധിയായ ആളുകളെ. നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നത് ശ്രീ ഗോപിയാണ്. അദ്ദേഹത്തിന് വി.എസിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കാലങ്ങളോളം വി.എസ്. അച്യുതാനന്ദൻ എന്ന വ്യക്തിയോട് ചേർന്ന് നിന്നിട്ടുള്ള, വി.എസിനെ അടുത്തറിയുന്ന ഒരാൾ. അത് പ്രത്യേകിച്ച് വി.എസിന് ഇഷ്ടപ്പെട്ട ചിലരുണ്ട്. അവരിൽ നിന്ന് വി.എസ്. മാറി നിൽക്കുകയോ മാറിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. അവരിലേക്ക് എപ്പോഴും വി.എസ്. എത്തുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഗോപിച്ചേട്ടൻ. പ്രത്യേകിച്ച് വി.എസ്. അച്യുതാനന്ദൻ്റെ മുടി വെട്ടിയിരുന്നത് ഈ ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടനും ഉണ്ടാകും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കാൻ. ഗോപിച്ചേട്ടൻ ഒരുപക്ഷെ അങ്ങേയറ്റം വൈകാരികമായി താങ്കൾ ഈ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ മുതൽ ഇവരൊന്നും പറയുന്നതല്ല കേൾക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും അദ്ദേഹം നോക്കുന്നത് ടെലിവിഷൻ സ്ക്രീനിലേക്കാണ്. വി.എസിനെ എങ്ങനെയാണ് ജനങ്ങൾ യാത്രയയക്കുന്നത് എന്ന് മാത്രമാണ് ശ്രദ്ധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഗോപിച്ചേട്ടൻ, ഞാനെൻ്റെ മകൻ്റെ ഒരു വയസ്സിൽ വി.എസിൻ്റെ അടുത്ത് പോയതാണ്. എന്നെ ബേക്കൈ സെൻറ്ററിൽ നിന്ന് വേണു സഹാവാണ് എന്നെ വി.എസിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ആശുപത്രിയിൽ കയറുന്നതിൻ്റെ 3 ദിവസത്തിന് മുന്നേ വരെ ഞാൻ വി.എസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു മാസത്തിൽ ചിലപ്പോൾ 2 ദിവസം പോവും. ഈ അസുഖം ആയതിനു ശേഷം ഒരു ദിവസമേ പോകുള്ളൂ, ഒരു മാസത്തിലൊരിക്കൽ പോകും. പക്ഷേ ആ വീടുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. വി.എസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞാൻ 36 വർഷം കൊണ്ട് അത്ര അടുപ്പമായിപ്പോയി. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ സംസാരിക്കാം, ആരെ കാര്യമായാലും സംസാരിക്കാം. അത്രയ്ക്കും ശരിക്കും ഒരു സഹാവായിട്ടല്ല കാണുന്നത്. വി.എസ്. എന്ന് പറയുമ്പോൾ വി.എസ്. നമുക്ക് വി.എസിനെ ശരിക്കും അറിഞ്ഞാലേ അറിയാൻ പറ്റൂ വി.എസിൻ്റെ മനസ്സ്. ഏത് ആവശ്യത്തിനും ആർക്കും വി.എസിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് സംസാരിക്കാന്നുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ പോയി ആ വീടുമായിട്ട് അത്ര അടുത്തുപോയി. അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വയസ്സുള്ളപ്പോൾ അല്ലേ? എൻ്റെ മകന് 1 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ പോകും. എത്ര വർഷം അപ്പോൾ ഇപ്പം മകന് 37 വയസ്സായി. 36 വർഷമായി വി.എസിനോടൊപ്പമുള്ള യാത്രയാണ്. അന്ന് ഈ ആദ്യമായി ചെല്ലുന്ന ആ സമയം 36 വർഷങ്ങൾക്ക് മുമ്പും വി.എസ്. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവാണ്. ഒരു പക്ഷേ പകരം വയ്ക്കാനാകാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു സമയത്തല്ലേ ഈ
അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്? അങ്ങനെ എന്തെങ്കിലും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമോ എന്തെങ്കിലും ഗോപിച്ചേട്ടൻ ഉള്ളത് കൊണ്ടാണോ? എങ്ങനെയായിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ വി എസിനെ ആദ്യമായി കാണുമ്പോഴും ആ സമയത്തൊരു വി എസുമായുള്ളൊരു ഇടപെടലൊക്കെ താങ്കൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ ആദ്യം ബി എസുമായിട്ട് അടുക്കുമ്പോൾ ഞാൻ പാർട്ടിയുടെ തിരുവല്ലം ബ്രാഞ്ചിലെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് വേണ്ടാന്ന് വെച്ചു. പാർട്ടിയായിട്ട് വിട്ടുനിന്നല്ല, നമ്മൾ ചില സാഹചര്യങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നു. അത് കുറച്ച് നാളങ്ങ് പോയി. അല്ല, ആ സമയത്ത് എന്തായിരുന്നു ഈ മെമ്പർഷിപ്പൊക്കെ വേണ്ടാന്ന് വെച്ച സമയത്ത് അന്ന് വി എസുമായി ബന്ധമുണ്ടോ? ബന്ധമുണ്ട്, വി എസുമായിട്ട് ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് വി എസുമായൊക്കെ സംസാരിച്ചിരുന്നോ? അതേ, ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് വേണ്ടാന്ന് വെച്ചതിന് വി എസിൻ്റെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ മെമ്പർഷിപ്പ് പുതുക്കണം, അടുത്ത് ഇത് വരുമ്പോൾ മെമ്പർഷിപ്പ് പുതുക്കി ബ്രാഞ്ചിൽ തന്നെ നിൽക്കണമെന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ ഒരു 20 വർഷം കൊണ്ട് പാർട്ടി മെമ്പറാണ്. തീർച്ചയായും എനിക്ക് താങ്കളുടെ ഒരു വൈകാരികമായ വിഷയങ്ങൾ എനിക്ക് മനസ്സിലാക്കാമെങ്കിലും ആ സമയത്തൊക്കെയുള്ള വി എസ് ഒരു കാർക്കശ്യക്കാരൻ കൂടിയായിരുന്നല്ലോ ഈ വി എസ് അച്യുതാനന്ദൻ. പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും. ഈ ചർച്ചയിൽ തന്നെ പലരും സൂചിപ്പിച്ചു, പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ അഭിപ്രായ ഭിന്നതകളെ അദ്ദേഹം ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിക്കുമായിരുന്നില്ല. ആ നിലപാടിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അത്തരം കാർക്കശ്യമൊക്കെ താങ്കളോടും ഉണ്ടായിരുന്നു? ഇല്ല, ബി എസ് എടുക്കുന്ന തീരുമാനം അത് ശരിയായി വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ബി എസ് എടുക്കുന്നത് ശരിയായിരിക്കും, അത് പുറത്ത് കാർക്കശ്യമാണെന്ന് തോന്നും, പക്ഷേ അത് ശരിയായിട്ട് ഇന്നുവരെ വന്നിട്ടുള്ളത്. ജനങ്ങൾ അത്രയ്ക്ക് ബി എസ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുന്നുണ്ട്. ഏത് തീരുമാനം എടുത്തിരുന്നാലും അതിനൊരു ശരി ഉണ്ട് എന്ന് പിന്നെ മനസ്സിലാവും. അങ്ങനെയാണ് ബി എസിൻ്റെ ഈ പൊതുവെ നമ്മൾ ഒരു പക്ഷേ പഴയകാല സിനിമകളൊക്കെ കണ്ടാൽ അറിയാം, പലപ്പോഴും ഈ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് ഈ മുടി വെട്ടുന്ന സ്ഥലം എന്നത്. അവിടെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുക. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചില സിനിമകളിലൊക്കെ അത്തരം ഉണ്ട്. പക്ഷേ കാലം മാറി, ഇപ്പോഴൊക്കെ ബാർബർ ഷോപ്പുകളുടെ രീതികൾ മാറി, ഹൈടെക് ആയി മാറിയിട്ടുണ്ട്. ഇപ്പോഴാരും അവിടെയൊന്നും രാഷ്ട്രീയം പറയാറില്ല. പക്ഷെ പണ്ട് അവിടെ പല പത്രങ്ങൾ വരുത്തും, മാസികകൾ വരുത്തും, പൊളിറ്റിക്കൽ മാസികകൾ വരുത്തും, സിനിമാ മാസികകൾ വരുത്തും. എങ്ങനെയായിരുന്നു? താങ്കളോട് രാഷ്ട്രീയം പറയാറുണ്ടോ? ഉണ്ടായിരുന്നോ? ഇല്ല, രാഷ്ട്രീയം പറയാറില്ല. കുടുംബകാര്യങ്ങൾ സംസാരിക്കും, കുടുംബകാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ പഠിത്തം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ അന്നൊക്കെ പി എസ് പ്രതിപക്ഷ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പുള്ളി 4 മണിക്കാണ് ഞാൻ അവിടെ എടുക്കണം, പുലർച്ചെ 4 മണിക്ക് മുടി വെട്ടാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ സംസ്ഥാന സെക്രട്ടറി പദം മാറി പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ ഞാൻ 5 മണിയായി. അപ്പോൾ അത്ര തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് 5 മണി. അതായത് ഈ വി എസിൻ്റെ ജീവിതചര്യ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വർഷങ്ങളായി അദ്ദേഹം പുലർച്ചെയൊക്കെ ഉണരുന്ന ആളാണ്. ഒപ്പം ഭക്ഷണക്രമത്തിൽ നല്ല ചിട്ടയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു കാലഘട്ടത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം കൂടുതൽ വ്യായാമമൊക്കെ. ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു? അന്നും ഉണ്ടായിരുന്നു. കറക്റ്റ് 4 മണിക്ക് എണീക്കും, വ്യായാമം ചെയ്യും. അതിനുശേഷമാണ് മുടി വെട്ടണം. അപ്പോൾ എന്നും ഇത് നിത്യ സംഭവമാണ്. എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഗവൺമെൻറ്മാർ ചിലപ്പോൾ ഉറക്കമായിരിക്കും, പുള്ളി ഒറ്റയ്ക്കായിരിക്കും നടക്കണം. അതായത് അവർ ഉണർന്നിട്ടുണ്ടാകില്ല. അപ്പോൾ പുള്ളി ഒറ്റ. അതിനുശേഷമാണ് ഇവരെല്ലാം അറിയണത്, സ്റ്റാഫുകളൊക്കെ അറിയണത്. ഞാൻ ആ സമയത്തൊക്കെ അന്ന് 4 മണിക്ക് 5 മണിക്കൊക്കെ അവിടെ എത്തും. പുള്ളി ശരിക്ക് വ്യായാമം ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയപ്പോൾ സമയത്തിന് ചെറിയ വ്യത്യാസം വന്നു. ഞാൻ 5:30-6 മണിക്ക് അവിടെ എത്താം. എന്നാലും ഈ വ്യായാമം കഴിഞ്ഞതിന് ശേഷമേ പുള്ളി മുടി വെട്ടാനായിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അന്നാണെങ്കിലും ചെറിയ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനു വേണ്ടി ഒരു ശൈലി എന്നൊരു രീതി എന്നൊക്കെ പറയാം. പക്ഷേ
അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതായത് വി എസിന് ഈ രീതിയിൽ മുടിവെട്ടി കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു? അല്ല, അന്ന് ഞാൻ ആദ്യമായിട്ട് മുടി വെട്ടാൻ പോകുമ്പോൾ പുള്ളി വേറൊരു സ്റ്റൈലായിരുന്നു. അപ്പോൾ അതിനെ വ്യത്യസ്തമാക്കിയാണ് ഇങ്ങനെ ആക്കിയത്. അന്ന് മുടി ശാല നീളം കൂട്ടിയ ഇട്ടിരുന്നത്. അതിനെ വ്യത്യസ്തമാക്കി അത് മരിക്കുന്നവരെ ആ സ്റ്റൈലിന് ഇപ്പോഴും ഉള്ളത്. റൈറ്റ്. എന്തായാലും ഗോപിച്ചേട്ടനിലേക്ക് തിരികെ എത്താം. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയവും പറയാറില്ല എന്നുള്ളതാണ് ഗോപിച്ചേട്ടൻ പറയുന്നത്. പക്ഷേ കുടുംബകാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത് എന്നതാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ വി എസ് എന്ന ഈ രണ്ടക്ഷരം പലർക്കും പല അനുഭവങ്ങളാണ്. ഈ പാതയോരങ്ങളിൽ കാത്തിരിക്കുന്നവർക്കും അത്തരത്തിൽ തന്നെയാണ്. ചിലരോട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടാകാം, ചിലരോട് കുടുംബകാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, ചിലരുടെ കണ്ണീരിനൊപ്പം പോരാടിയിട്ടുണ്ടാകാം, ചിലരുടെ മണ്ണിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള വി എസിനെയാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ കേരളം കണ്ടത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം കണ്ടത് എന്നതാണ്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ ഈ യാത്രയയപ്പ് നൽകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ